أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ارحمنا يا أرحم الراحمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സുമർ എന്ന് പറയുന്നത് 39ാമത്തെ സൂറത്താണ്. മക്കയിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. ഇതിൽ 75 ആയത്തുകളാണുള്ളത്. അതിലെ ചില ആയത്തുകളിലൂടെ നമുക്ക് ഈ റമദാനിൽ നമുക്ക് പോവാം. എന്നിട്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാം. ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ ആൾക്കാരായിട്ട് നമ്മളെ എല്ലാവരും മാറ്റി തീർക്കട്ടെ. അല്ലാഹു മുജീൽ ഖുർആൻ റബിയ ഖൽബി വനൂറ സദ്രി എന്ന ഈ വിശുദ്ധ റമദാനിലെ ആ ദുആ നമ്മൾ വർദ്ധിപ്പിക്കുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനെ നമ്മളെ ഹൃദയത്തിൻ്റെ വെളിച്ചം ആക്കി മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടങ്ങുന്നത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന് പറയുന്ന ആയത്ത് വെച്ചിട്ടാണ്. അതായത് ഇത് ഇറക്കപ്പെട്ട ഒരു കിതാബാണ്. ഈ ഒരു ബുക്ക് മിനല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നിങ്ങളുടെ കയ്യിലുള്ള ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു മുസ്ഹഫ് അല്ലെങ്കിൽ ഒരു കിതാബ് ഇത് അള്ളാഹിൻ്റെ മിനല്ലാഹി കാറ്റഗോറിക്കലി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി എഴുതിയതെന്നൊക്കെ പറഞ്ഞിട്ട് അപവാദ പ്രചാരണങ്ങളൊക്കെ അന്ന് ഇറക്കിയിരുന്നു. അപ്പോൾ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു ഇതാ അള്ളാഹുവിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അൽ അസീസ് അൽ ഹക്കീം. ആ അള്ളാഹു ആരാണെന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അടുത്ത രണ്ട് വാക്കുകളിൽ കാണുന്നത്. അസീസാണ്, പ്രതാപശാലിയാണ്, അതേ സമയത്ത് ഹക്കീമാണ്, യുക്തിമാനാണ്, അതായത് വൈസാണ്. ഒരു എന്താ പറയുക, നമ്മൾ പൊതുവെ കാണുന്നത് വെച്ചാൽ അസീസ് ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ ആ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവേ ആ പവറുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്ന് നമ്മളെ ലോകത്തിൻ്റെ ചുറ്റും നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. പക്ഷേ അള്ളാഹു ഹക്കീമാണ്, വളരെ വൈസായിട്ട് ആണ് അള്ളാഹുവിൻ്റെ ആ പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് അടുത്ത ആയത്ത്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹക്ക്. ഇത് ഞാൻ ഹക്കോടുകൂടിയാണ് നിന്നിലേക്ക് കിതാബ് ഇറക്കി തരുന്നത്. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിലൂടെ നമുക്ക് എല്ലാവർക്കും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഫഅ്ബുദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അപ്പോൾ ഇത് ഖുർആൻ അള്ളാഹിൻ്റെ അടുത്ത് നിന്നാണ്, അള്ളാഹ് അസീസാണ്, അള്ളാഹ് ഹക്കീമാണ്, ഇത് ഹക്കോടുകൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇറക്കി തരുന്നതെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന അള്ളാഹിൻ്റെ ഒരു കമാൻഡ് എന്ത്? ഫഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബാദത്ത് ചെയ്യുക, അള്ളാഹിനെ വർഷിപ്പ് ചെയ്യുക. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ. ഇഖ്ലാസ് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ആ ദീനിൽ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുക. അതായത് അള്ളാഹുവിനോടുള്ള ആരാധനയിൽ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് ഈ ഒരു ആയത്തിലുള്ള ഒരു അള്ളാഹിൻ്റെ ഒരു കമാൻഡാണ്. അള്ളാഹിനെ മാത്രമേ വർഷിപ്പ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹ് പറയുന്നത് അല ലില്ലാഹി ദീനുൽ ഖാലിസ്. ഇത് ഒന്നുകൂടി ഇങ്ങനെ ഇറക്കിയിട്ട് ഉറപ്പിക്കുകയാണ്. അള്ളാഹ് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിനാണ് ഈ ഖാലിസായ ദീൻ, അതായത് സത്യസന്ധമായ വർഷിപ്പും ആ ഒരു ഇതും അള്ളാഹുവിലേക്കാണ് നമ്മൾ തിരിച്ചുവിടേണ്ടത്. വല്ലദീന തഖദൂ മിൻ ദൂനി. എന്നിട്ട് അള്ളാഹ് വിരൽ ചൂണ്ടുന്നത് കുറച്ച് ആൾക്കാർ, അതായത് അവരെന്ത് ചെയ്യും? തഖദൂ മിൻ ദൂനി ഔലിയാ, അള്ളാഹു അല്ലാത്തവരെ അവർ ഔലിയായിട്ട് എടുക്കും. എന്നിട്ട് ഔലിയായിട്ടെടുത്ത് അള്ളാഹുവിന് കൊടുക്കേണ്ട സംഭവങ്ങൾ അവർ ആ ഔലിയാക്കന്മാർക്ക് കൊടുക്കും, അവർ ഔലിയായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക്. എന്നിട്ട് അവരോട് ചോദിക്കപ്പെട്ടാൽ അവരെന്ത് പറയുന്നുള്ളതിന് അർത്ഥത്തിലെ ആയത്തിൽ പറയുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഈ ഔലിയ എന്ന് പറഞ്ഞിട്ട് അവരെടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ വേറെ ഒന്നിനും അല്ലാന്ന്. അതായത് അവർ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി പങ്കു ചേർക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ ഭീകരമായ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന സംഭവങ്ങളാണിത്. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കണോ എന്ന് പറയുമ്പോൾ
ആ ഇബ്ലീസ് വന്നിട്ട് അവരുടെ മനസ്സിലേക്ക് ഇടുന്ന ഒരു സംഭവമാണ്. അതായത് ഞങ്ങൾ പാപികളാണ്, ഞമ്മ തെറ്റ് ചെയ്യുന്നവരാണ്, ഇവരൊക്കെ ഔലിയാക്കന്മാരാണ്, ഭയങ്കര ആയ ആൾക്കാരാണ്, അപ്പോൾ ഇവരിലൂടെ പോയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ആ ഒരു ശൈത്താന്, ഈ ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന് കൊടുക്കേണ്ടതിനെ മറ്റുള്ളവർക്ക് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ ഇവരെ കൊണ്ട് കളിപ്പിക്കുന്നതാണ്. അതിന് ഇടുന്ന അവരുടെ ഉള്ളിലേക്ക് തോന്നുന്ന ആ ഒരു ജസ്റ്റിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മാനാബുദും ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി അല്ലാതെ വേറൊന്നിനും അല്ല. ലിയക്രിബുന ഇലല്ലാഹി സുൽഫ അപ്പം എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അപ്പം എന്താവും, ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും അള്ളാഹുവിൻ്റെ കൂടെ ഈ കുറച്ച് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അവരെടുക്കുന്ന ആൾക്കാരെ അവരെ ആരാധിക്കുന്നവരും അവരിലൂടെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കോളാം എന്ന് പറയുന്നവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുമല്ലോ നമ്മുടെ ചുറ്റും കാണുന്നതാണല്ലോ. അപ്പം അള്ളാഹ് പറയുന്നത് ഇന്നല്ലാ തീർച്ചയായിട്ടും യഹ്കുമു ബൈനഹും ഇവരുടെ ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ ഞാൻ ആ ഒരു വിധി കൽപ്പിക്കും എന്ന് അന്ത്യനാളിൽ ഫീഹി യഖ്തലിഫ് എന്തിലാണോ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ വിധി തീർച്ചയായിട്ടും അള്ളാഹു അതിൽ വിധി പറയും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. എന്നിട്ട് ഈ ആയത്ത് അവസാനിക്കുന്നത് അള്ളാഹ് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹു ഒരിക്കലും കാദിബും കഫാറുമായിട്ടുള്ള ആൾക്കാരെ അള്ളാഹു ഗൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് കഥബ എന്നില്ലെങ്കിൽ അറിയില്ല, കളവ് പറയുന്നവനും കഫാർ അവിശ്വസിക്കുന്നവനും, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ അതിൽ അവിശ്വസിച്ചിട്ട് ഔലിയാക്കന്മാരെ കൂട്ടിയിട്ട് അവർക്ക് ആരാധന, അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധന ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കൊടുക്കുന്ന അങ്ങനത്തെ ആൾക്കാർ, അള്ളാഹുവിനോട് കുഫ്ർ കാണിക്കുന്നവർക്ക്, അങ്ങനത്തെ അള്ളാഹു ഗൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സോറി എൻ്റെ വീഡിയോ കുറച്ച് നീണ്ടുപോയി, 7 മിനിറ്റോളായി. പറയാതിരിക്കാൻ വയ്യ. 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ ഈ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്ന അത് അമുസ്ലിംകളായാലും മുസ്ലിംസിൻ്റെ ഇടയിൽ തന്നെ മക്കാമുകളിലൊക്കെ പോയിട്ട് മക്കാമിലുള്ള ആളെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും കാണാം. ഇപ്പം ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. എൻ്റെ തൊട്ടടുത്ത മക്കാം എന്ന് പറയുന്നത് ഉള്ളാളത്തെ ദർഗയാണ്. അപ്പം ഞാൻ ചെറുപ്പം മുതൽ ഇത് കണ്ട് വളർന്നതാണ്. ഞാൻ ഉൾപ്പെടെ പോയതാണ് ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസും കൂടി പറയുന്നതാണ്, കണ്ടതും കൂടിയാണ്. ഇപ്പോൾ മാലിക് ദിനാർ പള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ നടക്കുന്ന ചില കണ്ണാരെ കാണുന്നത് ഞാൻ കണ്ണൂർ മീഡിയത്തിൽ പഠിച്ചതാണ്. കണ്ണാരെ കണ്ടത്, അതായത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതും ഞാൻ ഈ കാതുകൊണ്ട് കേട്ടതും ഒക്കെയാണ് ഈ അതിൻ്റെ അവിടെ പോയിട്ട് ആൾക്കാർ ദുആ ചെയ്യുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇബ്ലീസ് കളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാവരോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ അവിടെ ആ മക്കാം ഉണ്ടാക്കിയവരുടെ ഇത് സതുദ്ദേശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നതല്ല. പക്ഷേ ഇത്തരം അവസ്ഥകൾ അവിടെ നിലനിൽക്കും. അപ്പോൾ ഖബർ കെട്ടിപ്പൊക്കി മക്കാമൊക്കെ ഉണ്ടാക്കി അവിടെ ആ ഒരു സംഭവം നിലനിന്ന് പോകുമ്പോൾ ഷെയ്ത്താന് ഭയങ്കര എളുപ്പമാണ് അള്ളാഹുവിലേക്ക് ഇഖ്ലാസോടെ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആത്മാർത്ഥമായ സത്യസന്ധമായ ഇഖ്ലാസോടുകൂടിയുള്ള ആരാധന അത് അള്ളാഹുവിലേക്ക് മാത്രമാണ് എന്നുള്ളതിൻ്റെ ഈ കറപ്റ്റ് ചെയ്യാൻ ഇബ്ലീസിന് ഭയങ്കര എളുപ്പമാണ്. ഇബ്ലീസിനും ഷെയ്ത്താൻ്റെ കൂട്ടർക്കല്ല. അവർക്കിത് ഇത്തരം ആരാധന ഇങ്ങനെ മക്കാമുകളിലേക്കൊക്കെ ആൾക്കാരെ അയച്ചു വിട്ടിട്ട് ആരാധനയിൽ അവർക്ക് കറപ്റ്റ് ചെയ്യാൻ പറ്റും. ഇബ്ലീസിന് കറപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നടക്കുന്നത് നമ്മുടെ ചുറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എന്താ പറയുക, ഒരു തർക്കിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ജഡ്ജ് ചെയ്യാനോ ഒന്നുമല്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വന്നതും അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ്. ഇതിൽ അല്ലാഹ് പറയുന്നുണ്ട് ഇവരുടെ മാനസികാവസ്ഥ, ഇവരെ എങ്ങനെയാണ് അതിൻ്റെ ഇബ്ലീസ് കളിപ്പിക്കുന്നതെന്ന്. കാരണം അവരുടെ ജസ്റ്റിഫിക്കേഷൻ വരെ പറയുന്നുണ്ട്. ഞങ്ങൾ മാനഅബുദു ഇല്ല ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇത് ചെയ്യുന്നത് അവർ എന്താ പറയുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിലൂടെ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നവർക്ക് ഇത് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ തന്നെ ഷിർക്കിലേക്ക് വഴുതി വീണ ആൾക്കാരെ കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷനും ഈ ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാദിബായ ആൾക്കാരുടെ കൂട്ടത്തിലും കഫാറായ ആൾക്കാരുടെ കൂട്ടത്തിലും അള്ളാഹുവിനോട് കളവ് കാണിക്കുന്നവരും അള്ളാഹുവിനോട് കുഫർ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഹിദായത്തിൻ്റെ വെളിച്ചത്തിൽ അവസാന നിമിഷം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിലനിർത്തി അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ നാളെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. ഡോണ്ട് ടേക്ക് ഇറ്റ് വെരി ഒരു ആയത്തും കൂടി ഞാൻ എടുത്തു വെച്ചിരുന്നത്. ഇത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് റമളാൻ്റെ ആയത്തുകൾ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. വൈദാ സഅലക ഇബാദി അന്നി, നിന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്നോട് ആരെങ്കിലും എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫ ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്, ഉജീബ് ദഅവത്തി ദായി ഇദാ ദഅാനി, ഞാൻ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവന് ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന് സൂറത്തുൽ ബഖറയിൽ പറയുമ്പോൾ, എന്തിനാണ് ഈ സൂറത്തുൽ സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ ഔലിയാക്കന്മാരിലേക്കും അവർ പ്രൊട്ടക്ടറായിട്ട് അള്ളാഹു അല്ലാത്ത അവർ പ്രൊട്ടക്ടേഴ്സ് ആയിട്ട് എടുത്ത് അവരിലേക്ക് എന്തിനാണ് ആരാധന തിരിച്ചുവിടുന്നത്? അതാണ് ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം. ഈ ചോദ്യം ശ്രവിക്കുന്നതിൻ്റെ ചെറുപ്പക്കാരായ എല്ലാ സഹോദരിമാരും നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ചുറ്റും നാട്ടിൽ കാണുന്ന ആ ഒരു ബഹളങ്ങളും കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് ഇന്നാ നഹ്നു നസ്സൽന വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണ് ഇത് ഇറക്കിയത്, ഞാനിത് നിലനിർത്തും എന്ന് അവസാന നിമിഷം വരെ, അവസാന നാൾ വരെ ഇത് നിലനിന്ന് പോകും. ഇതാണ് നമ്മളുടെ എന്താ പറയുക ട്രഷർ. സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റും കൺഫ്യൂഷൻസ്, കോലാഹലങ്ങളും എന്താ പറയുക ബഹുദൈവ ആരാധനയും അല്ലാത്തതുമായിട്ടെല്ലാം മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിലേക്ക് ഫിത്നകൾ ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ ഗൈഡ് ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ഗൈഡൻസിൽ നിലനിന്ന് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.